NPD ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവരെ പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇയാളെ കട്ട് ഓഫ് ചെയ്തിട്ട് എന്നേക്കും പോകാൻ പറ്റില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു ബൗണ്ടറിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഹീൽ വിത്ത് ദിവ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയുകയാണ്, ഈ ചാനൽ അതുപോലെ ഈ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ്ലി ഫോർ NPD അവയർനെസ് ആണ്. ഇത് നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. NPD ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ കഴിയുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമുക്ക് അവരെ വിട്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ കോൺടാക്ട് എന്ന് പറയുന്നത്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൗണ്ടറിയാണ്. നോ കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അവരുടെ കോൾസ് ഇല്ല, മെസ്സേജസ് ഇല്ല, അനാവശ്യമായിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പോയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ അവരുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി അവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള അപ്ഡേറ്റ്സും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നോ കോൺടാക്ട്. ഇതൊരിക്കലും നിങ്ങൾക്ക് അവരോട് ദേഷ്യമുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഹീലിംഗിന് വേണ്ടിയിട്ടും ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന വേറെ യാതൊരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. എപ്പോഴാണ് നോ കോൺടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവരെ അബ്യൂസീവ് ആണെങ്കിൽ, നമ്മുടെ കൂടെയുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾ അബ്യൂസീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ആലോചിക്കേണ്ട, നോ കോൺടാക്ട് കീപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ഗ്യാസ് ലൈറ്റിംഗ്, മാനിപ്പുലേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലോഷർ കിട്ടാതെ വരുമ്പോഴാണ്. അതായത് ഇവർ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പോകും, എന്തുകൊണ്ടാണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ആൻസർ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. സോ അങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ കോൺടാക്ട് എടുക്കാവുന്നതാണ്. അതേപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത് നഷ്ടപ്പെട്ടിട്ട് ഇനി അടുത്തത് എന്ത് സംഭവിക്കും, ഞാൻ എന്ത് പറയുമ്പോഴും ഞാൻ പേടിച്ചിട്ട് പറയണോ, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് സംസാരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും ഫിസിക്കലി തന്നെ നിങ്ങളുടെ ബോഡി തന്നെ അതിനുള്ള സയൻസ് തരും എന്നുള്ളതാണ് നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ. അപ്പം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് വർത്ത് നഷ്ടപ്പെടുത്തി നിൽക്കാതെ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് അവിടെ നോ കോൺടാക്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം നമ്മൾ വിചാരിക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നോ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറയും. സ്വാഭാവികമായിട്ടും ആ സിറ്റുവേഷൻ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം ഇതൊരു ഇമോഷണൽ അഡിക്ഷനാണ്. അപ്പോൾ നമുക്ക് അത്രയും കാലം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈവൻ സ്നേഹം, ട്രോമ ബോണ്ടിങ് ആണ് ആക്ച്വലി. നമുക്ക് ആ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു നമ്മൾ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, സ്നേഹം പിന്നെ പിണക്കം പിന്നെയും വരും. സോ ഇങ്ങനെയുള്ള ആ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് നമുക്ക് വിട്ടുവരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. സോ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കോൺടാക്ട് വേണ്ടാന്ന് കീപ്പ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിച്ചാലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഉള്ളിൽ അവർ ശരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ അവർ ബെറ്റർ ആവും എന്നുള്ളൊരു ചിന്ത വരും. അവരുടെ പഴയ മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യും. നമ്മൾ സന്തോഷമായിട്ടിരുന്ന ആ ലവ് ബോംബിങ് സ്റ്റേജിലുള്ള മെമ്മറീസ് ഉണ്ടല്ലോ, അത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യും എന്നുള്ളതാണ് കാര്യം. ഈവൻ നിങ്ങൾ അതിന് ശ്രമിച്ചാലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഇങ്ങനെ എന്താ പറയുക ട്രിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം പഴയ ട്രോമ ബോണ്ടിങ്ങും കാര്യങ്ങളും നല്ല ഗുഡ് മൊമെന്റ്സ് ഒക്കെ കൂടെ എടുത്ത് നമ്മുടെ മൈൻഡിൽ തന്നിട്ട് നമുക്ക് ആ ഒരു നോ കോൺടാക്ട് ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഈ നോ കോൺടാക്ട് എപ്പോഴാണ് ബ്രേക്ക് ആവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ഇവരുമായിട്ട് ഇത്രയും കാലം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് നല്ലതോ ചീത്തയോ ട്രോമ ബോണ്ടിങ്ങോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവർ പോകുന്ന സമയത്ത് ആ ഒരു നോ കോൺടാക്ട് എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ആ ഒരു ലോൺലിനെസ്, ആ ഒരു ഏകാന്തത നമ്മൾക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതുകൂടാതെ നമുക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, പെട്ടെന്ന് വരുന്നൊരു സ്നേഹം, നമ്മൾ കൺട്രോൾ പോകുന്ന കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്നേഹം, അതുമായിട്ട് നമ്മൾ ഭയങ്കര ഒരു അഡിക്റ്റഡ് ആയിട്ട് തോന്നും. പിന്നെ ഗിൽട്ട് ഇവർ നമ്മളിൽ ഉണ്ടാക്കും. അതായത് ഇനിയിപ്പം എൻ്റെ തെറ്റാണോ, ഓൾറെഡി പാസീവായിട്ട് തന്നെ ഇവർ ഗ്യാസ് ലൈറ്റിങ്ങും ഇങ്ങനെ ഗിൽട്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ചിലപ്പം തോന്നും, മേ ബി ഞാൻ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിരുന്നെങ്കിൽ ഇയാൾ പോവില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്.
ഇനി നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോ കോൺടാക്ട് എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ അല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് കംപ്ലീറ്റ്ലി അവരുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. പ്രധാനമായിട്ട് നിങ്ങളൊരു ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ പാരൻസോ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി കോൺടാക്ട് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതല്ലെങ്കിൽ നിങ്ങൾ കോ പാരൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വർക്ക് പ്ലേസിലാണെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ ബോസോ അല്ലെങ്കിൽ നമ്മുടെ കലീഗ്സൊക്കെ ഈ പറയുന്ന പോലെ NPD ആണെങ്കിൽ നമുക്ക് അത്ര ഈസി ആയിട്ട് നോ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലോ കോൺടാക്ട് എന്ന് പറയുന്നത്. കോൺടാക്ട് മാക്സിമം കുറയ്ക്കുക. മാക്സിമം ഈ കോൺടാക്ട് കുറയ്ക്കാന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്കാതിരിക്കുക, കാണാതിരിക്കുക പോസിബിൾ അല്ലെങ്കിലും നിങ്ങൾ അവരുമായിട്ട് ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആവാതിരിക്കുക. ഒരു സേഫ് ലൈൻ ഡിസ്റ്റൻസ് നിങ്ങൾ എപ്പോഴും അവരുമായിട്ട് കീപ്പ് ചെയ്യുക. ഓവറായിട്ട് നിങ്ങൾ അവരോട് ഇമോഷണലി കോൺവെർസേഷന് പോവാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള റിപ്ലൈ മാത്രം കൊടുക്കുക. ഓക്കെ, ഞാൻ നോക്കാം, ഞാൻ ചെയ്യാം, അത്ര തന്നെ. അവരിനി എത്രയൊക്കെ നിങ്ങളെ പ്രൊവോക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളൊരു റിയാക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതെ അത് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ലോ കോൺടാക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് പറയാം, അതല്ലെങ്കിൽ അങ്ങനെയാണോ, ഇപ്പോൾ ഈവൻ നിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ ബ്ലെയിം ചെയ്താലും നിങ്ങൾ അതെ ഓക്കെ ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലോ കോൺടാക്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നോ കോൺടാക്റ്റും ലോ കോൺടാക്റ്റുമാണ്. നമ്മളെല്ലാം പറയാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? പക്ഷെ അതുപോലെ ആയിരിക്കില്ല നമ്മൾ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഇത് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുമായിട്ടല്ല നമ്മൾ ഈ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. നമ്മളുടെ തന്നെ വളരെ വേണ്ടപ്പെട്ട, നമ്മളൊരു കാലത്ത് അത്രയും സ്നേഹിച്ച ആളുമായിട്ടാണ്. സോ അത് കുറച്ച് പെയിൻഫുൾ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയോ അവരെ ദ്രോഹിക്കുകയോ അല്ല ചെയ്യുന്നത്. നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡും നിങ്ങളുടെ ഹീലിംഗും അവിടെ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഡ്രോവൽ വരികയാണ്, നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളത് റീപ്ലേസ് ചെയ്യുക. അതായത് വേറെ നിങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അതുപോലെ നിങ്ങളൊരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുക, ചെറിയൊരു വാക്കിന് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു തോട്ട്സിൽ നിന്ന് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇത് ഗ്രാജുവലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഒറ്റയടിക്ക് ഇന്ന് തൊട്ടിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല, ഇനി ആരും വിളിക്കുകയില്ല, ഞാൻ ഓർക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കാലത്തെ ആ ഒരു പാറ്റേൺ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആണ്, നിങ്ങൾ സംസാരിച്ചതും പെരുമാറിയതും എല്ലാം. സോ അത് ഒരു ദിവസം ഒരു ഓവർനൈറ്റിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ സാധിക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൂടാതെ ഇവരുടെ ഭാഗത്തു നിന്നും ഹൂവറിങ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ടുണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ അവരുടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി അവയർനെസ്സോടുകൂടി മുന്നോട്ട് പോവുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് NPD റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് മെസ്സേജ് അയച്ചിട്ട് സെഷൻസ് ബുക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് സോ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.